പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലെ മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വസതികളിലെ റെയ്ഡ് അവസാനിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കണ്ണൂരിൽ പിണറായിയുടെ വീടിന് മുന്നിലെത്തിയ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂവി വിളിച്ചു. ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി CPM നേതാക്കളുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയാണ്. CPM നേതാക്കളായ ജയരാജൻ, MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ്, ശിവദാസൻ തുടങ്ങിയ നേതാക്കൾ കണ്ണൂർ പിണറായിയിലെ വീടിന് മുന്നിലുണ്ട്. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീടിന് മുന്നിലെത്തിയ CPM പ്രവർത്തകർ ID ഉദ്യോഗസ്ഥരുടെ കാർ തടഞ്ഞെങ്കിലും നേതാക്കൾ ഇടപെട്ട് വിട്ടയച്ചു. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉണർന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വസതികളിലടക്കം 12ഓളം ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കാണ് റെയ്ഡ് ആരംഭിച്ചത്. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽസ് എന്ന സ്വകാര്യ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തത്. CMRL നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലുണ്ടായിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും CPM-നുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഈ വിഷയം സഭയിലും ഉന്നയിച്ചിരുന്നു. അതോടെ മാസപ്പടി ആരോപണം കത്തിപ്പടർന്നു. എന്നാൽ അതിനിടെ CMRL നിന്നും കൈപ്പറ്റിയ പണത്തിന് വീണ IGST അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും അതിന്റെ റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു. വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലെ മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വസതികളിലെ റെയ്ഡ് അവസാനിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കണ്ണൂരിൽ പിണറായിയുടെ വീടിന് മുന്നിലെത്തിയ CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂവി വിളിച്ചു. ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി CPM നേതാക്കളുടെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.